US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അമിത്ഷാ ഇന്ന് സഭയിലെത്തിയേക്കും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയിൽ ബന്ദ് തുടങ്ങി. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതിൽ പ്രതിഷേധം. ബന്ദിന് ആഹ്വാനം ചെയ്തത് 2000-ലേറെ കന്നഡ സംഘടനകൾ. മെസ്സി വിവാദത്തിൽ അന്വേഷണത്തിലേക്ക് സർക്കാർ. വിഷയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. മുഖ്യമന്ത്രിക്കെതിരായ വാർത്തകൾ സമൂഹമാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ മറുപടി പറയും. വിവാദങ്ങൾക്കിടെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചർച്ച ചെയ്യാൻ നേതൃത്വം. ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച. പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇന്ന്. 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകൾ പരിഗണിക്കും. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നെല്ലിവിള ഭാഗം സ്വദേശി ആദർശ്. അയൽവാസി സുനിൽകുമാർ പോലീസിന്റെ പിടിയിൽ. പത്തനംതിട്ട കോന്നിയിൽ അച്ഛന്റെ സഹോദരനെ യുവാവ് ചവിട്ടിക്കൊന്നു. കാസർഗോഡ് ട്രെയിനിന് ബോംബ് വെച്ചതായി ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ. കസ്റ്റഡിയിലായത് നീലേശ്വരം ബങ്കളം സ്വദേശി PV രതീഷ്. ഭീഷണി അയച്ചത് ഹോസ്ദുർഗ്, കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിലേക്കും റെയിൽവേ പോലീസിലേക്കും. അഭിമന്യു കേസിൽ മുഴുവൻ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകണം. കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. പ്രതികൾ ഇതുവരെ ഹാജരാകാത്തത് മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുമെന്ന കാരണം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. വാളയാർ ചാവടിപ്പാറയിൽ ട്രാക്ക് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് 2 ആനകൾ ചെരിഞ്ഞു. അപകടം പുതുപ്പതി റെയിൽവേ ട്രാക്കിൽ.